എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 14 രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യമാണ് ചെയ്ത് നിർത്തിയതല്ലേ. ഇനി നമുക്ക് നോക്കിയാൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മറ്റൊരു ചോദ്യം കാണാം. ആ ചോദ്യം ഒന്ന് നോക്കിയാൽ 4 times a number added to 3 times another number gives 43. അതായത് ഒരു സംഖ്യയുടെ 4 times അല്ലെ 4 മടങ്ങും മറ്റൊരു സംഖ്യയുടെ 3 times 3 മടങ്ങും കൂടി കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 43 കിട്ടി. 2 times the second number subtracted from 3 times the first number gives 11. അതായത് ആദ്യത്തെ സംഖ്യയുടെ 3 ഇരട്ടിയിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യയുടെ 2 ഇരട്ടി കുറച്ചപ്പോൾ എത്ര കിട്ടി? 11 കിട്ടി. കണ്ട, അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ഒറ്റയടിക്ക് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടഫായിട്ട് തോന്നും. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മാത്സ് നമ്മൾ എപ്പോഴും ചോദ്യം നല്ലവണ്ണം വായിച്ചു നോക്കാം. എന്നിട്ട് വായിച്ചിട്ട് ഓരോന്ന് അനുസരിച്ചുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് ഇങ്ങനെ എഴുതി പോവാം. അല്ലാതെ ചോദ്യം ഇങ്ങനെ വായിച്ചു കഴിഞ്ഞിട്ട് ഒന്നും മനസ്സിലാകാൻ എന്നിട്ട് വിട്ടുകളയല്ല വേണ്ടത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ഒന്ന് വായിച്ചു നോക്കിയാൽ 4 times a number added to 3 times another number gives 43. ഒരു സംഖ്യയുടെ 4 ഇരട്ടിയും മറ്റൊരു സംഖ്യയുടെ 3 ഇരട്ടിയും കൂടി കൂട്ടിയപ്പോൾ 43 കിട്ടി. കണ്ട, അപ്പൊ 2 സംഖ്യകളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 സംഖ്യകളിൽ എക്സും വൈ ആണെന്ന് ആദ്യം വിചാരിക്കാം അല്ലെ. അപ്പൊ ഫസ്റ്റ് നമുക്ക് അത് എഴുതാം. അപ്പൊ ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് നമ്പർ എക്സ് ആണെന്ന് കൊടുത്തു, സെക്കൻഡ് നമ്പർ രണ്ടാമത്തെ നമ്പർ വൈ ആണെന്ന് കൊടുത്തു അല്ലെ. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആദ്യത്തെ സംഖ്യയുടെ 4 മടങ്ങും 4 ഇരട്ടി അല്ലെ. ഇപ്പൊ ഇതാണ് ആദ്യത്തെ സംഖ്യ. അതിന്റെ 4 ഇരട്ടി എന്ന് പറയുമ്പോൾ 4 കൊണ്ട് ഗുണിക്കണം അല്ലെ. ഏത് സംഖ്യയുടെയും ഇത്ര ഇരട്ടി എന്ന് പറയുമ്പോൾ ആ സംഖ്യ കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുക നമ്മൾ അല്ലെ. അപ്പോൾ ഇവിടെ 4 മടങ്ങ് എന്ന് പറയുമ്പോൾ 4 ഇരട്ടി അല്ലെ. അതായത് 4 × x. അപ്പൊ നമുക്ക് നോക്കിയാൽ ഈ 4x. ഇനി പിന്നെ രണ്ടാമത്തെ സംഖ്യയുടെയോ? രണ്ടാമത്തെ സംഖ്യയുടെ 3 മടങ്ങ് 3 ഇരട്ടി അല്ലെ. ഇവ തമ്മിൽ കൂട്ടി. അപ്പം 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ 3y അല്ലെ. 3 × y 3y. അപ്പൊ 3y. അപ്പൊ ഇവർ തമ്മിൽ കൂട്ടി. കണ്ട, അപ്പൊ 4x + 3y ആദ്യത്തെ സംഖ്യയുടെ 4 മടങ്ങ് രണ്ടാമത്തെ സംഖ്യയുടെ 3 മടങ്ങ് ഇവ തമ്മിൽ കൂട്ടിയപ്പോൾ എത്ര കിട്ടി എന്നാ പറഞ്ഞത്? 43 കിട്ടി അല്ലെ. അപ്പൊ = 43. കണ്ട, നോക്കിയേ, ആദ്യത്തെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. കണ്ട, ഒരു പണി കഴിഞ്ഞു. ഇനി രണ്ടാമത് പറഞ്ഞ കാര്യം എന്താണ്? 2 times the second number subtracted from 3 times the first number അല്ലെ. അതായത് ആദ്യത്തെ സംഖ്യയുടെ 3 ഇരട്ടിയിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യയുടെ 2 ഇരട്ടി കുറച്ചു. ക്ലിയർ ആയില്ലേ? അപ്പൊ ആദ്യത്തെ സംഖ്യയുടെ 3 മടങ്ങ് ഇതിനെ 3 കൊണ്ട് ഗുണിക്കണം അല്ലെ. അപ്പോൾ നമുക്കത് 3 മടങ്ങ് കിട്ടാം. അപ്പൊ ആദ്യത്തെ സംഖ്യയുടെ 3 മടങ്ങ് 3x. അതിൽ നിന്ന് എന്ത് കുറച്ചു? മൈനസ് രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ് കുറച്ചു അല്ലെ. അപ്പൊ 2y കുറച്ചു. അപ്പൊ 2y. അപ്പോൾ എത്ര കിട്ടി? 11 കിട്ടി. കണ്ട, നോക്കിയാൽ 2 ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇത്രയുള്ള കാര്യം. ഇത് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്കറിയാം, സ്റ്റെപ്പ് അറിയാം അല്ലെ. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു, ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്ത് വേണം? എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആരെങ്കിലും ഒരാൾ ഒഴിവാക്കണം. അപ്പൊ ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? ഇതിന്റെ കോഎഫിഷ്യന്റ് സെയിം ആണോ എന്ന് നോക്കണം അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ 4 ആണ് എക്സിന്റെ കോഎഫിഷ്യന്റ്, ഇവിടെ 3. അപ്പൊ ഇത് പറ്റില്ല. ഇവിടെ 3, ഇവിടെ 2, അതും പറ്റില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വേണം? ഇതിനെ സെയിം ആക്കണം. അപ്പൊ സെയിം ആക്കാൻ നോക്കിയാൽ ഇപ്പൊ 4നെ നമുക്ക് 3 ആക്കാൻ പറ്റില്ല, 3നെ 4 ആക്കാനും പറ്റില്ല അല്ലെ. ഇവിടെ 3നെ 2 ആക്കാനും പറ്റില്ല, 2നെ നമുക്ക് 3 ആക്കാനും പറ്റില്ല. പിന്നത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇതിന്റെ അല്ലെ ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് ആരെ ഗുണിക്കണം? ഈ ഇക്വേഷനെ ഗുണിക്കണം. അതുപോലെ തന്നെ ഈ ഇക്വേഷൻ ആര് കൊണ്ട് ഗുണിക്കണം? ഇതിന്റെ കോഎഫിഷ്യന്റ് 4 കൊണ്ട് ഗുണിക്കണം അല്ലെ. അപ്പൊ ഇതിനെ ആദ്യം നമുക്ക് 3 കൊണ്ട് ഇതിനെ ഗുണിക്കണം, അതിനുശേഷം 4 കൊണ്ട് ഇതിനെയും ഗുണിക്കണം. ഓർമ്മയുണ്ടല്ലോ? അപ്പൊ നമുക്ക് ഇക്വേഷൻ നമ്പർ 1നെ എന്തുകൊണ്ട് ഗുണിക്കുന്നു? നമ്മൾ ഈ 3 കൊണ്ട് ഗുണിക്കുന്നു. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് 3 × 4x അല്ലെ. 3 × 4x എത്രയായി? 12x പ്ലസ് ചിഹ്നം പ്ലസ് 3 × 3y 9y = 3 × 43 അല്ലെ. അപ്പൊ 3 × 3 9, ഇനി 3 × 4 12 അല്ലെ. അപ്പൊ 129 കിട്ടി നമുക്ക് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി എന്ത് വേണം നമുക്ക്? ഈ ഇക്വേഷനെ ആര് കൊണ്ട് ഗുണിക്കണം? ഈ 4 കൊണ്ട് ഗുണിക്കണം അല്ലെ. അപ്പൊ നമുക്ക് ഇക്വേഷൻ നമ്പർ 2നെ എന്തുകൊണ്ട് ഗുണിക്കണം? × 4. അപ്പൊ എന്ത് വരും നമുക്ക്? 4 × 3x എത്രയാണ്? 12x മൈനസ് ചിഹ്നം ശ്രദ്ധിക്കുക 4 × 2y എത്രയായി? 8y = 4 × 11 അല്ലെ. എത്രയാണ്? 44. ഇത് നമുക്ക് നമ്മുടെ 4ാമത്തെ ഇക്വേഷൻ.
ക്ലിയർ ആയല്ലോ? ഇപ്പൊ നോക്കിയാൽ എക്സിന്റെ കോഫിഷ്യന്റ് സെയിം ആയി കിട്ടിയല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സിനെ കളയാൻ പറ്റുമല്ലേ? എക്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ഇത് ഒന്നിൽ നിന്ന് മറ്റേത് കുറച്ചാൽ മതി അല്ലേ? അപ്പൊ നമുക്ക് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. അപ്പൊ ഇവിടെ നോക്കിയാൽ വലുത് 129 അല്ലേ? ഇവിടെ ചെറുത് 44. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷൻ മൈനസ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇക്വേഷൻ 3യിൽ നിന്ന് ഇക്വേഷൻ 4നെ മൈനസ് ചെയ്യുന്നു. അപ്പൊ നമ്മളിവിടെ എഴുതുന്നു ഇക്വേഷൻ 3യിൽ നിന്ന് ഇക്വേഷൻ 4നെ മൈനസ് ഇക്വേഷൻ 4. കണ്ട, ഇതേപോലെ എഴുതി വെക്കാം. എന്നിട്ട് നമുക്കിത് കുറയ്ക്കാൻ പോണ്. 12x പോയി കഴിഞ്ഞാൽ 0. 9y ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ ചിഹ്നം ഞാൻ പറഞ്ഞിട്ട് നല്ലവണ്ണം ശ്രദ്ധിക്കണം. 9yയിൽ നിന്ന് മൈനസ് കുറയ്ക്കണം. ആരെ കുറയ്ക്കണം? -8y. കണ്ട, അപ്പൊ 9y മൈനസ് -8y ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കണം. പല കുട്ടികളും ഇവിടെ തെറ്റിക്കും. ഇവിടെ നോക്കിയാൽ 9 അല്ലെ? 9yയിൽ നിന്ന് എന്ത് കുറയ്ക്കണം? മൈനസ് കുറയ്ക്കണം അല്ലെ? ഇവിടെ നമുക്ക് കുറയ്ക്കണം എന്നിട്ട് ആ കുറയ്ക്കല് ആരെ കുറയ്ക്കണം? -8y കുറയ്ക്കണം. അപ്പൊ -8y. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? രണ്ട് നെഗറ്റീവ് അടുപ്പിച്ച് വന്നാൽ അത് എന്തായി മാറും? പ്ലസ് ആയി മാറി അല്ലെ? പോസിറ്റീവായി മാറി. അപ്പൊ 9yയും 8y. അപ്പൊ 9y പ്ലസ് 8y എന്നായി. അപ്പൊ 9y പ്ലസ് 8y എത്രയാണ്? 17y. കണ്ടാ, ഇവിടെ തെറ്റിക്കരുത്. 17y = ഇവിടെ നിൽക്കുക 129ൽ നിന്ന് നമ്മൾ 44 കുറയ്ക്കുന്നു. എത്ര കിട്ടും? 5 അല്ലെ? 12 4 പോയി കഴിഞ്ഞാൽ 8. അപ്പൊ നമുക്ക് 85 എന്ന് കിട്ടി. അപ്പൊ 17y = 85. അങ്ങനെയാണെങ്കിൽ y = എന്ത് വരും? 85/17. അപ്പൊ നമുക്ക് y-യുടെ വാല്യൂ കിട്ടി 5 എന്ന് കിട്ടി അല്ലേ? ഇനി എന്ത് ചെയ്താൽ മതി? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമ്മൾ എക്സ് ഇതിട്ട് കൊടുക്കുക അല്ലെ? നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ ഇതിനെ തന്നെ പിടിക്കാം. ഇവിടെ നോക്കിയാൽ 4x + 3y = 43. ഓക്കെ, ഇനി നോക്കിയാൽ 4x + 3y അല്ലെ? 3 × y, y-യുടെ വാല്യൂ 5 = 43. നോക്കിയാൽ 4x + 3 × 5 15 = 43. അങ്ങനെയാണെങ്കിൽ 4x എത്ര വരും? 4x = 43. ഈ 15 അങ്ങോട്ട് പോകുമ്പോൾ -15 അല്ലെ? 43ൽ നിന്ന് 15 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 28 അല്ലെ? 28. അങ്ങനെയാണെങ്കിൽ x എത്രയായിരിക്കും? x = 28 ഹരിക്കണം അല്ലെ? ഇൻറ്റു ആണ്. അപ്പൊ ഹരിക്കണം 4 അല്ലെ? 4. അപ്പൊ 28ൽ എത്ര 4 ഉണ്ട്? 7 × 4 28 അല്ലെ? 7. കണ്ട, അപ്പൊ നമുക്ക് x കിട്ടി, y കിട്ടി. x എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ എന്തായിരിക്കും? 7 ആയിരിക്കും. സെക്കൻഡ് നമ്പർ അങ്ങനെ എഴുതി വെക്കാം. ഫസ്റ്റ് നമ്പർ 7ഉം സെക്കൻഡ് നമ്പർ 5ഉം. ക്ലിയർ ആയല്ലോ? അപ്പൊ അതേ രൂപത്തിൽ നിങ്ങൾ എഴുതി വെക്കാം. ഇനി നമുക്ക് അതിന്റെ താഴെ, അതായത് പേജ് നമ്പർ 17 നോക്കിയ ഒരു ചോദ്യമുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. അത് ചോദിക്കാത്ത പരീക്ഷകളില്ല. മനസ്സിലായല്ലോ? എല്ലാ പരീക്ഷയ്ക്കും ഈ ടൈപ്പ് ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കും. അപ്പൊ നമുക്ക് ആ ചോദ്യം ഒന്ന് നോക്കാം. The sum of two numbers is 28 and their difference is 12. What are the numbers? അപ്പൊ സംഖ്യകൾ മാറും എന്നല്ലാതെ ഇതേ ടൈപ്പ് ചോദ്യം ഉറപ്പായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരും. എന്താണ് ചോദ്യം നോക്കിയേ? രണ്ട് സംഖ്യകളുടെ സമ്മ് തുക എത്രയാണ്? 28 അല്ലെ? 28 ആണ്. അവ തമ്മിലുള്ള വ്യത്യാസം 12 ആണ്. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ ഏതൊക്കെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സംഖ്യകളാണ് അല്ലെ? സംഖ്യകൾ ഏതൊക്കെയാണെന്ന് വിചാരിക്കുക. എക്സും വൈ ആണെന്ന് വിചാരിക്കുക. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ നമുക്ക് ആദ്യം അത് എഴുതാം. നമ്പേഴ്സ് എക്സും വൈ ആണ് അല്ലെ? ഇനി എന്താ മറ്റുള്ളത്? സം ഓഫ് ടു നമ്പേഴ്സ്, രണ്ട് സംഖ്യകളുടെ സമ്മ് 28 ആണ് അല്ലെ? സം എന്ന് പറഞ്ഞാൽ തുക. അപ്പൊ ഈ രണ്ട് സംഖ്യകൾ ഇവ തമ്മിൽ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 28 കിട്ടണം അല്ലെ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എഴുതാലോ. എങ്ങനെ എഴുതാം? എക്സ് + y. കണ്ട, ഇത് വളരെ സിമ്പിൾ ആണ്. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. എക്സ് + y = 28. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ കഴിഞ്ഞു. കണ്ട, ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി എന്താണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ളത്? ആൻഡ് ദയർ ഡിഫറൻസ് ഈസ് 12. ഇവ തമ്മിലുള്ള വ്യത്യാസം, വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 12 ആണ് അല്ലെ? അതായത് ഇപ്പൊ ഇത് വലുതാണെങ്കിൽ ഇതിൽ നിന്ന് എക്സിൽ നിന്ന് y കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 12 കിട്ടണം. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എക്സ് - y. കണ്ട, ഇവ തമ്മിലുള്ള വ്യത്യാസം, എക്സും വൈയും 'ഉം, 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 'ഉം,
അപ്പൊ രണ്ട് സംഖ്യയുടെ സമ്മ് 28 ഒന്നിൽ നിന്ന് അടുത്ത് കുറച്ചാൽ ഇപ്പൊ വലുത് എക്സ് ആണ്. അപ്പൊ എക്സിൽ നിന്ന് y കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 12 കിട്ടും. അത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ, എത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും നോക്കിയാൽ. ഇനി എന്ത് ചെയ്യും ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരാൾ ഒഴിവാക്കണം അല്ലേ, എക്സിനെ അല്ലെങ്കിൽ വൈയെ ഒഴിവാക്കാം. ഇവിടെ നോക്കിയാൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോഎഫിഷ്യന്റ് നോക്കണം അല്ലേ. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ 1 ഇവിടെ 1 അല്ലേ. അപ്പൊ നമുക്ക് എക്സിനെ ഈസി ആയിട്ട് ഒഴിവാക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി, ഇതിൽ നിന്ന് ഇതിനെ കുറച്ചാൽ മതി അല്ലേ. ഒന്നിൽ നിന്ന് അടുത്തതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ കുറച്ചാൽ മതി. അപ്പൊ നമ്മൾ വലുതിൽ നിന്ന് ചെറുത് കുറക്കും. അതായത് ഇതിൽ നിന്ന് ഈ ഇക്വേഷൻ നിന്ന് ഈ ഇക്വേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് എക്സ് പോയി കിട്ടി അല്ലേ. അതായത് ഇവിടെ നോക്കിയാൽ ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഇക്വേഷൻ നമ്പർ 2നെ ഞാൻ മൈനസ് ചെയ്യുന്നു, കുറയ്ക്കുന്നു അല്ലേ. അപ്പൊ എക്സിൽ നിന്ന് എക്സ് കുറച്ച് എന്തായി 0 ആയിപ്പോയി. ഇനി വൈയിൽ നിന്ന് ഇല്ല, ഇവിടെ +1 ആണ് അല്ലെ, ഒരു വൈ, ഇവിടെ -1y അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുന്നു, ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൽ നിന്ന് കുറയ്ക്കുന്നു. അതായത് +yയിൽ നിന്ന് ശ്രദ്ധിക്കണം, +y നമുക്ക് കഴിഞ്ഞ കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ മൈനസ് എന്ത് കുറയ്ക്കുന്നു, -yനെ കുറയ്ക്കുന്നു അല്ലെ. അപ്പൊ എന്ത് വന്നു, ഇവിടെ 2 മൈനസ് അടുപ്പിച്ചു വന്നു അല്ലെ. അപ്പൊ എന്തായി മാറും, ഇത് പ്ലസ് ആയി മാറി. അപ്പൊ എന്ത് വന്നു, +y +y അല്ലെ, 2 +y വന്നു. ഓക്കെ, ഇവിടെ ഒരു +y ഉണ്ട്, ഇവിടെ എന്ത് വന്നു, 2 മൈനസ് പ്ലസ് ആയി. അപ്പൊ y +y എന്നായി, അതായത് 2y. ഇവിടെ നമുക്ക് 2y = എന്ത് വരും, ഇനി ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണം അല്ലെ. 28ൽ നിന്ന് 12 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും, 16. അപ്പൊ 2y = 16. അതുകൊണ്ട് y = എത്ര വരും, 16/2 = 8. അപ്പൊ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി 8. ഇനി നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടാൻ എന്താ വേണം, ഈ ഇക്വേഷനിൽ നോക്കാം അല്ലെ. x + y = 28. അപ്പൊ x + yയുടെ വാല്യൂ 8 = 28. അങ്ങനെയാണെങ്കിൽ x = 28 + 8 അങ്ങോട്ട് പോകുമ്പോൾ -8 അല്ലെ, = 20. ഇപ്പൊ നോക്കിയേ, എക്സും വൈയും കിട്ടിയല്ലേ. അപ്പൊ ഇവ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടിയത്, 20 + 8 28. ഇനി ഇതിൽ നിന്ന് കുറച്ചാലോ, 20ൽ നിന്ന് 8 കുറച്ചാൽ 12. ക്ലിയർ ആയല്ലോ. ഇനി ഇവിടെ നോക്കിയേ, നമുക്ക് വേറെ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നോക്കിയേ, ഇവിടെ 1 ആണ് ഇവിടെ 1 ആണ് അല്ലെ, ചിഹ്നം മാത്രമേ വ്യത്യാസമുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ എന്ത് ചെയ്തത്, എക്സിനെ ഒഴിവാക്കി വൈനെ പിടിച്ചല്ലേ. ഇവിടെ നമുക്ക് വൈനെ വേണമെങ്കിൽ ഒഴിവാക്കാം. അത് ഞാനൊന്ന് ചെയ്ത് കാണിച്ചിട്ടാ. നോക്കിയേ, എക്സ് പ്ലസ്, ഇതാണ് നമ്മുടെ ഇക്വേഷൻ, x + y = 28 അല്ലെ. ഇത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. പിന്നെയോ x - y = 12 അല്ലെ, ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. നോക്കിയേ, ഇപ്പൊ എനിക്ക് വൈനെ ഒഴിവാക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി നോക്കിയാൽ, ഇവിടെ ഒരു വൈയും ഇവിടെ നെഗറ്റീവ് വൈയും അല്ലെ, +y നെഗറ്റീവ് വൈയും. എന്ത് ചെയ്താൽ മതി, വൈ ഒഴിവാകണം, എന്ത് വേണം, ഇവർ തമ്മിൽ ആഡ് ചെയ്താൽ മതി അല്ലെ. +y ഇവിടെ നോക്കിയാൽ +y അല്ലെ, +y -y ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -y ആഡ് ചെയ്ത് എത്ര കിട്ടും നമുക്ക്, പ്ലസും മൈനസും ക്യാൻസൽ ആയിപ്പോയി അല്ലെ, അതായത് 0 അല്ലെ. ഇപ്പൊ +5 -5 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 0, +2 -2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 0 അല്ലെ. അപ്പൊ അതുപോലെ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 0 കിട്ടും, അതായത് y പോയി. അപ്പൊ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നോക്കിയാൽ, ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ, കണ്ട 1ഉം 2ഉം തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, x + x, ശ്രദ്ധിക്കുക, x + x 2x കിട്ടി. +y -y കൂടി കൂട്ടാണ് ഇവിടെ, കണ്ട ആഡ് ചെയ്യാണ്, ആഡ് ചെയ്യുമ്പോൾ 0 ആയിപ്പോയി. ഇനി 28ഉം 12ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 40 കിട്ടി അല്ലെ. അങ്ങനെയാണെങ്കിൽ x = 40/2 = 20. കണ്ട എക്സിന്റെ വാല്യൂ നമുക്ക് 20 കിട്ടി. ക്ലിയർ ആയല്ലോ. ഇനി ഈ എക്സിന്റെ വാല്യൂ നമുക്ക് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ, x + y കൊടുത്തു കഴിഞ്ഞാൽ എന്താ, വൈയുടെ വാല്യൂ കിട്ടും. നമ്മൾ അവിടെ ചെയ്ത പോലെ തന്നെ 8 കിട്ടും. ക്ലിയർ ആയില്ലേ. അപ്പൊ ഇങ്ങനെ വന്നാൽ നമുക്ക് ഇക്വേഷൻ നമ്പർ ഇതിൽ നിന്ന് കുറച്ചാലും നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ x പോയി, രണ്ടും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാലും ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ y ക്യാൻസൽ ആയിപ്പോയി, y 0 ആയിപ്പോയി. മനസ്സിലായില്ലേ. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 18 ആദ്യത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ദി ഡിഫറൻസ് ഓഫ് ദി 2 സ്മോളർ ആംഗിൾസ് ഓഫ് എ റൈറ്റ് ട്രയാംഗിൾ ഈസ് 20 ഡിഗ്രി. കാൽക്കുലേറ്റ് ഓൾ 3 ആംഗിൾസ്. ചോദ്യം നല്ലവണ്ണം വായിച്ചോക്കെ. എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കിയാൽ, ദി ഡിഫറൻസ് ഓഫ് 2 സ്മോളർ ആംഗിൾസ് ഓഫ് എ റൈറ്റ് ട്രയാംഗിൾ അല്ലെ. അതായത് ഒരു റൈറ്റ് ട്രയാംഗിൾ, ഒരു മട്ടത്രികോണത്തിലെ 2 ചെറിയ കോണുകൾ, ആ കോണുകളുടെ ഡിഫറൻസ് വ്യത്യാസം എത്രയാണ്, 20 ഡിഗ്രിയാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ റഫ് ആയിട്ടൊരു ഫിഗർ വരയ്ക്കാതെ,
മട്ടത്രികോണത്തിൻ്റെ അല്ല റൈറ്റ് ട്രയാങ്കിളിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ റഫായിട്ട് ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. അപ്പോൾ ഇതിലെ രണ്ട് ചെറിയ കോണുകൾ അല്ലേ. അപ്പോൾ ചെറിയ കോണുകൾ എന്ന് പറയുന്നത് എന്താ സംഭവം? നമുക്കറിയാം ഒരു മട്ടത്രികോണാണെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ഒരു ആംഗിൾ എപ്പോഴും എന്തായിരിക്കും 90 ഡിഗ്രി അല്ലേ. അപ്പം ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിക്കഴിഞ്ഞാലാണ് നമ്മൾ അതിനെ മട്ടത്രികോണം എന്ന് പറയാം. അപ്പോൾ ഇതാണ് മട്ടത്രികോണം. അപ്പോൾ ബാക്കി രണ്ട് ആംഗിളുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ആംഗിളുകൾ എന്തായിരിക്കും? രണ്ടും നമുക്കറിയാം ഇത് ആകെ 180 ഡിഗ്രിയാണ് അല്ലേ. ടോട്ടൽ 180 ഡിഗ്രി, അതിൽ 90 ഇവനെടുത്തു, ബാക്കി ആകെ 90 ഉള്ളൂ. ആ 90 രണ്ടിനും കൂടി ആയിരിക്കും അല്ലേ. അതുകൊണ്ടാണ് ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും? ചെറിയ ആംഗിൾ ആയിരിക്കും അല്ലേ. അതായത് ഇതിൻ്റെ അളവ് 90-നേക്കാൾ കുറവായിരിക്കും. മനസ്സിലായല്ലോ. അപ്പം നമ്മൾ രണ്ട് ചെറിയ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആംഗിളാണ് നമ്മുടെ ചെറിയ ആംഗിളുകൾ. ഇനി ഈ ചെറിയ ആംഗിളുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? 20 ഡിഗ്രിയാണ്. 20 ഡിഗ്രിയാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് ആംഗിളുകളും എത്ര എന്നതാണ് ചോദ്യം അല്ലേ. അപ്പോൾ മൂന്ന് ആംഗിളിൽ ഒരു ആംഗിൾ നമുക്കറിയാം 90 ഡിഗ്രി ആണെന്ന് അറിയാം, അതിൽ സംശയമില്ല. ബാക്കി നമുക്ക് എന്ത് ചെയ്യണം? രണ്ട് ആംഗിൾ കണ്ടുപിടിക്കണം. ഒരു ആംഗിൾ നമുക്ക് എന്ത് വിചാരിക്കാം? അത് എക്സ് ആണ് അല്ലേ. നമുക്ക് കണ്ടുപിടിക്കാനുള്ളതിനൊക്കെ എക്സ് വൈ തന്നെ കൊടുക്കുക, എക്സ് ആണ്. ഇനി അടുത്ത ആളെ കണ്ടുപിടിക്കണം, അത് ആ ആംഗിളിൻ്റെ അളവ് എത്രയാണ്? വൈ ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അളവ് 90 ഡിഗ്രിയാണ്. അപ്പോൾ എക്സ് വൈ 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? സ്മോളർ ആംഗിൾസ്, ചെറിയ ആംഗിളുകൾ എക്സും വൈ ആണെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, സ്മോളർ ആംഗിൾസ്, അത് ചെറിയ കോണുകൾ എക്സും വൈ ആണ് അല്ലേ. ഇനി നോക്കിയേ, ഇനി നമുക്ക് ഇവർ തമ്മിലുള്ള വ്യത്യാസം 20 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതവിടെ നിൽക്കട്ടെ. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? ഈ സ്മോളർ ആംഗിൾ എക്സും വൈ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 90 ഡിഗ്രി കിട്ടണം അല്ലേ. എന്താ കാരണം? ആകെ 180 ആണ്, ഇത് 90 ആണ് ഇല്ലല്ലേ. ബാക്കി 90 ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 90 ഡിഗ്രി കിട്ടണം അല്ലേ. അത് നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ കിട്ടിയില്ലേ? എന്താ? എക്സ് പ്ലസ് വൈ അല്ലെ. എക്സും വൈയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 90 ഡിഗ്രി കിട്ടണം. അപ്പോൾ അതൊക്കെയല്ലോ. ഓക്കെ, ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 20 ഡിഗ്രിയാണ് അല്ലേ. അതായത് ചെറിയ രണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ അതിൽ വലിയ ആംഗിൾ ഇപ്പൊ നമ്മൾ എക്സ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം എക്സിൽ നിന്ന് വൈ കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടണം? എത്ര കിട്ടും? 20 ഡിഗ്രി കിട്ടും അല്ലെ. എക്സിൽ നിന്ന് വൈ കുറച്ച് കഴിഞ്ഞാൽ 20 ഡിഗ്രി കിട്ടും. അപ്പൊ നമുക്ക് അത് എഴുതാലോ. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 20. കണ്ട, ഇത്രയുള്ള കാര്യം. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 90, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 20. ഇക്വേഷൻ ഉടനടി എഴുതാം. ഇക്വേഷൻ നമ്പർ 1 ആണിത്, ഇക്വേഷൻ നമ്പർ 2 ആണിത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരാൾ ഒഴിവാക്കണം അല്ലേ. ഇവിടെ നോക്കിയാൽ എക്സിന്റെ കോഫിഷ്യന്റ് 1, എക്സിന്റെ കോഫിഷ്യന്റ് 1 അല്ലെ. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത അതേ ടൈപ്പ് ചോദ്യം. ഇവിടെ +1, ഇവിടെ -1 അല്ലേ. അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ടാൾ ഇത് എക്സിന് വേണമെങ്കിൽ എക്സിനെ ഒഴിവാക്കാം, വൈനെ വേണമെങ്കിൽ വൈനെ ഒഴിവാക്കാം. അപ്പൊ രണ്ടും നമ്മൾ എങ്ങനെ ഒഴിവാക്കേണ്ടതെന്ന് ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു നിർത്തി അല്ലേ. അപ്പൊ നമുക്ക് ആ ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യുന്നു? എക്സിനെ ഒഴിവാക്കുന്നു അല്ലെ. എക്സിനെ ഒഴിവാക്കുന്നു. അപ്പൊ എന്ത് കാട്ടുന്നു? നമുക്ക് ഒന്നിൽ നിന്നും അടുത്ത് കുറച്ചാൽ മതി അല്ലേ. ഇതാണ് വലുത്. അപ്പൊ നമുക്ക് ഇക്വേഷൻ നമ്പർ 1-ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 2-നെ കുറച്ചാൽ മതി. അപ്പൊ ഞാൻ ഇവിടെ എഴുതുന്നു ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2. ഇതിൽ ഇത് കുറച്ചെന്ത് സംഭവിക്കും? എക്സിൽ നിന്ന് എക്സ് കുറച്ച് കഴിഞ്ഞാൽ 0 അല്ലെ. ഇനി വൈയിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഇവിടെ ചിഹ്നം ശ്രദ്ധിക്കണം. വൈയിൽ നിന്ന് വൈ അല്ല കുറയ്ക്കുന്നത്, വൈ മൈനസ് ഈ മൈനസ് കുറയ്ക്കണം. ഏത്? മൈനസ് വൈ. കണ്ട, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തെറ്റ് വരുത്തരുത്. വൈ മൈനസ് വൈയിൽ നിന്ന് കുറയ്ക്കണം. ഏത്? ആരെ കുറയ്ക്കണം? നെഗറ്റീവ് വൈനെ കുറയ്ക്കണം. നെഗറ്റീവ് വൈനെ കുറയ്ക്കണം. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ട് മൈനസ് ഇവിടെ അടുപ്പിച്ച് വന്നാൽ നമുക്കറിയാം അതെന്താണ്? അത് പ്ലസ് ആയി മാറും അല്ലെ. പ്ലസ് ആണ്. അപ്പൊ വൈ പ്ലസ് വൈ എന്നായി മാറി. വൈ പ്ലസ് വൈ എത്രയാണ്? 2y അല്ലെ, 2y. ഇവിടെ എന്ത് വരും? 2y ഈക്വൽ ടു 90-ൽ നിന്ന് എന്ത് കുറയ്ക്കണം? 20. ഈ കേസിൽ നമ്മൾ ഇത് കുറയ്ക്കണം അല്ലേ. 1-ൽ നിന്ന് ഇത് കുറയ്ക്കാണ്. അപ്പൊ 90-ൽ നിന്ന് 20 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 70. അപ്പൊ 2y is equal to 70, y is equal to 70/2 equal to 35 അല്ലേ. അപ്പൊ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി 35. ഇനി എന്ത് ചെയ്യണം? വൈയുടെ വാല്യൂ ഇക്വേഷനിൽ കൊടുക്കാം അല്ലേ. അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 90, എക്സ് പ്ലസ് വൈയുടെ വാല്യൂ 35 ഈക്വൽ ടു 90. അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 90 പ്ലസ് അല്ലേ, ഇങ്ങോട്ടൊരു മൈനസായി -35. എത്ര കിട്ടും നമുക്ക്? 90 മൈനസ് 35 എത്രയാണ്? 55 അല്ലേ. 55 ഡിഗ്രി. അപ്പൊ ഇത് കിട്ടി, ഇത് വൈ കിട്ടി. നമുക്ക് എത്രയാണ്? 35 ഡിഗ്രി. അപ്പൊ ചെറിയ ആംഗിൾ 35 ഡിഗ്രി ആയിരിക്കും, വലിയ ആംഗിൾ 55 ഡിഗ്രി ആയിരിക്കും.
നമുക്കൊക്കെ ഇതേ ചോദ്യം തന്നെ നമുക്ക് വൈകിനെ ഒഴിവാക്കിയിട്ടും ചെയ്യാം അല്ലെ. അതെങ്ങനെ ചെയ്യാൻ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് അല്ലെ, ഇതിന്റെ തൊട്ട് മുമ്പുള്ള ചോദ്യത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.